മുതുക്കിയുടെ എക്സ്പ്രഷൻസ് അത് എക്സ്പ്രഷൻ അല്ല, ശരിക്കും ഞാനായിട്ട് നിൽക്കണയാണ്. എല്ലാരും പറയും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ്, എന്ത് പറഞ്ഞാലും കൊള്ളൂല. അത് മറ്റേ ക്യൂട്ട്നെസ് അറിയണ പെണ്ണല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വേറെ രീതിക്ക് എന്നെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് സന്തോഷിച്ചിരിക്കുകയല്ലേ. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. എന്നെ മാത്രം ഇട്ട് കൊടുത്തിട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പറയും. എനിക്കല്ലേ അറിയാം എൻ്റെ വിഷമം എന്താണെന്ന്. മറ്റുള്ളവർ മുമ്പ് കളിയാക്കുമ്പോഴേക്ക് തോറ്റുപോയ ഒരു അവസ്ഥ. ഒരു വേർഡ് മോശമായിട്ട് പറയരുത്, ആ രീതിയിലാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ പോലും പറയുന്നതിന് കയ്യും കണക്കില്ല. അതിന് ഓരോരുത്തർ വന്ന് കമന്റിലായാലും ട്രോൾ വീഡിയോസിലായാലും വന്ന് പറയുന്നത്. സംസാരമൊക്കെ മാറ്റി നല്ല രീതിക്ക് വീഡിയോസ് ഇട്ടിട്ടും തള്ള പിന്നെയും വന്നു, ക്യൂട്ട്നെസ്സും കൊണ്ട് വന്നു, മാറ്റി പിടിച്ചിട്ടും അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ശാലിമയുടെ അപ്പിയറൻസ് വെച്ചിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് പോലൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം. അപ്പം അവര് വന്നിട്ട് ബോഡി ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിച്ച് ഞാൻ അങ്ങനെയാണ് എന്നുള്ള രീതിക്ക് കാണിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. അവർക്ക് പോയി പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് മോശമാണെന്നുള്ള രീതിക്ക്. എന്നിട്ട് അവര് റെസ്പോണ്ട് ചെയ്തിട്ടുമില്ല, കമന്റ്സ് ഇട്ട് നോക്കി, എന്നിട്ട് ഒരു റെസ്പോണ്ട് ചെയ്തില്ല. നമുക്ക് വിഷമം വരുന്ന കാര്യം ഇത് മാത്രമാണ്. ബോഡി എക്സ്പോസ് ചെയ്ത് കാണിക്കണ്ട. ഇന്ന് വരെ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും മോശമായിട്ട് ഇട്ടിട്ടില്ല. നമ്മളെ വീഡിയോസ് എടുക്കുന്നല്ലാണ്ട് പുറത്തൊരാളെ വീഡിയോയ്ക്ക് വന്ന് നെഗറ്റീവ് പറയണില്ല. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ആൾക്കാർ ചീത്ത വിളിക്കുന്നവരുടെ കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് കമന്റ് ബോക്സ് നോക്കുമ്പോൾ അവർക്കത് വേണം, ഇങ്ങനെയൊക്കെയാണ് വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. അപ്പൊ ഒരു വിഷമം ഇങ്ങനെ ഉണ്ട്. അപ്പം ആ ഒരു വീഡിയോ ഫണ്ണായിട്ട് ചെയ്തതാണ്. സോഷ്യൽ മീഡിയ ഇത്രയും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അവളെ ക്യാരക്ടറിനെ ഫൺ രീതിയിൽ നമ്മൾ എടുത്തതാണ്. എല്ലാവരും ക്യാരക്ടർ അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് അത് വേറെ രീതിയിലായിപ്പോയി. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഗേൾസ് മിക്കവരും ഇങ്ങനെയാണ്, ചൈൽഡിഷ് ആണ് അവരുടെ പ്രൈവറ്റ് സ്പേസിൽ. അപ്പം ഇതുപോലുള്ള കുട്ടികളെ ടാഗ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നെഗറ്റീവ് കമന്റ്സ് വരുമെന്ന് വിചാരിച്ചില്ല. ഇതേ പ്രായത്തിലുള്ള ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, നമ്മളുടെ പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനും ഇങ്ങനെ ചൈൽഡിഷ് ആണ്, ഇങ്ങനെ ക്യൂട്ട്നെസ് കാണിക്കാറുണ്ട്. ഇത് പബ്ലിക്കായിട്ട് വന്ന് കാണിക്കേണ്ട എന്ത് ആവശ്യമാണെന്നാണ് പലരും ചോദിക്കുന്നത്. ശാലിമയ്ക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കമന്റ് എന്തായിരിക്കും? വീട്ടിൽ എണ്ണ തേച്ചിരിക്കാനുള്ള പ്രായത്തിൽ ഇവിടെ വന്ന് ക്യൂട്ട്നെസ് വാരി എറിയണം, അങ്ങനെയൊക്കെ കുറെ പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തിനാണ് ഇങ്ങനെ പറയണേന്ന് എനിക്ക് മനസ്സിലാവൂല. ചിലപ്പോൾ ഞാൻ കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ടാണോ, അങ്ങനെ ആയിരിക്കാം.